കടകംപള്ളി സുരേന്ദ്രനെതിരെ ഗുരുതര ആരോപണവുമായി സ്വപ്ന സുരേഷ്. കടകംപള്ളി തോളിൽ കൈയിട്ട ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചുവെന്നും ഇഷ്ടപ്പെടാത്തതിനാൽ തട്ടിമാറ്റിയെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു. ഫോണിൽ നിരന്തരം വിളിച്ച് ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നും സ്വപ്ന സുരേഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. He was a pure waste. He is not eligible to become a minister or an MLA. വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് ഹിം കം ആൻഡ് ഗിവ് യു ആൻ ആൻസർ. എ ഹംഗ്രി ഡേർട്ട്, ഫ്രസ്ട്രേറ്റഡ്. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadakampally Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. സ്പ്രിംഗ്ലർ വിഷയത്തിൽ കെ ശൈലജയും ശിവശങ്കറും കൊമ്പുകോർത്തെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. ഈ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തിയാണ് കൊറോണയുടെ സമയത്ത് ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്നെങ്കിലും ഇങ്ങനത്തെ when the deal took place she was actually moved out and she was not with anything. അപ്പോൾ on one occasion ശൈലജ ടീച്ചർ വഴക്ക് പറഞ്ഞു. വാട്ട് ഇസ് ഹർ പ്രോബ്ലം? ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ ദ ചീഫ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഹി കെയിം ഹോം ആൻഡ് ഹി വാസ് ടോക്കിംഗ് ടു ഓൾ ഓഫ് us. അപ്പോൾ ഐ സെഡ് വാട്ട് ഇസ് ആക്ച്വലി ഹാപ്പനിങ് എന്ന്. ഡേറ്റാബേസ് വിറ്റത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് ഷീ ഈസ് ട്രൈങ് ടു അറ്റാക്ക്. അപ്പോൾ വി ഹാവ് ടു സ്റ്റോപ്പ് ഹർ അറ്റ് ദാറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹൂ ഇസ് ആക്ച്വലി ഗെയിനിങ്? അപ്പോൾ ഹി സെഡ് ഇറ്റ്സ് വീണ വിജയൻ. Openly, bluntly, he told it's for Veena Vijayan and it's for the chief minister that I am put into this as a scapegoat. സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവിക്ക് നൽകിയ 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന അഭിമുഖം അത് നമ്മൾ 2 മണിക്ക് പൂർണ്ണമായി കാണിക്കുകയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിലാണ് ഇന്നലെ പറഞ്ഞതിൽ നിന്നും കൂടുതൽ രൂക്ഷമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ ഗോപി, അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നത്. ഒരു പരിപാടിക്ക്, ഒരു പ്രാൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുന്നത്. ആ പരിപാടിക്ക് ചെന്നപ്പോൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതിന്റെ ഭാഗമായി ഈ കടകംപള്ളി സുരേന്ദ്രൻ കൈ തോളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു. ആ കൈ സ്വപ്ന സുരേഷ് തട്ടി മാറ്റുകയായിരുന്നു എന്നാണ് പറയുന്നത്. തുടർന്ന് സ്വപ്ന സുരേഷിന്റെ നമ്പർ സംഘടിപ്പിച്ച് നിരന്തരം ശല്യം ചെയ്തു. അത് പറയാൻ വാക്കുകളില്ല. അത്രത്തോളം തരം താഴ്ന്ന രീതിയിൽ, മോശമായ രീതിയിലാണ് മുൻമന്ത്രി ഇടപെട്ടത്. മന്ത്രി എന്ന രീതിയിലുള്ള ഒരു വിധത്തിലുള്ള ഡെക്കോറവും അദ്ദേഹം പാലിച്ചില്ല. മക്കളുള്ള വീട്ടിലേക്ക് കയറ്റാൻ പാടില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നുകൂടെ സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഫോണിലൂടെ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ അയക്കുമായിരുന്നു. ഫോൺ സെക്സ് എന്ന ആരോപണവും സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായി സ്വപ്ന സുരേഷ് അദ്ദേഹത്തെ താക്കീത് ചെയ്തു. മുൻ സ്പീക്കറായിരുന്ന പി ശ്രീരാമകൃഷ്ണനെതിരെയും രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കോളേജ് കുമാരന്മാരെ പോലെ ഇരുവരും നിരന്തരം മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റൂമിലേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. തോമസ് ഐസക് അദ്ദേഹം മൂന്നാറിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചു. റൂം എടുക്കാം എന്ന് പറയുകയുണ്ടായി. അത് നേരിട്ടല്ല തോമസ് ഐസക് ബന്ധപ്പെട്ടത്, മറ്റൊരാൾ വഴിയാണ് ബന്ധപ്പെട്ടത് എന്നും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ സ്പ്രിംഗ്ലർ ഇടപാടുമായി ബന്ധപ്പെട്ട ഈ സ്പ്രിംഗ്ലർ ഇടപാടിലെ ഡാറ്റാബേസ് ചോർച്ച സംബന്ധിച്ച ശൈലജ ടീച്ചർക്ക് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഈ കൊറോണയുടെ സമയത്തുള്ള എല്ലാ ഡീലിങ്ങുകളും നടത്തിയിരുന്നത് ശിവശങ്കറും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ടായിരുന്നു. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ കൂടിയും
ഈ PPE കിറ്റ് ഉൾപ്പെടെയുള്ള അതുപോലെ ഈ ഡാറ്റാബേസ് ഉൾപ്പെടെയുള്ളവ വിറ്റത് സംബന്ധിച്ച് ശൈലജ ടീച്ചർക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഈ കാര്യം പുറത്തു വന്നപ്പോൾ ശൈലജ ടീച്ചറും ശിവശങ്കറും തമ്മിൽ നേരിട്ട് കൊമ്പ് കോർക്കുന്ന അവസരം വരെ ഉണ്ടായി. ഈ സ്പ്രിംഗ്ലർ ഇടപാടിന് ഡാറ്റാബേസ് വിറ്റത് വീണ വിജയന് വേണ്ടിയാണ് എന്നും സ്വപ്ന സുരേഷ് ആഞ്ഞടിക്കുന്നുണ്ട്. ഒപ്പം ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയത്, അതായത് ഈ ഡീലിംഗ്സുകളെല്ലാം നടത്തിയത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വേണ്ടി, കൊട്ടാര തുല്യമായ ജീവിതത്തിന് വേണ്ടിയാണ് നടത്തിയത്, അല്ലാതെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല ഇതൊന്നും നടത്തുന്നത് എന്നതുൾപ്പെടെയുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ ഉന്നയിക്കുന്നത്. ED ഉദ്യോഗസ്ഥനെതിരെയും സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. EDയിലെ ഉദ്യോഗസ്ഥൻ തന്റെ കയ്യിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതെല്ലാം തന്നെ ചോർത്തി മറുവശത്ത് നൽകുകയായിരുന്നു എന്ന് സ്വപ്ന സുരേഷ് പറയുന്നു. എങ്കിലും ബാംഗ്ലൂരുവിലേക്ക് ഈ കേസ് മാറ്റുകയാണെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ അന്വേഷിക്കപ്പെടും. അങ്ങനെ ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെടുകയാണെങ്കിൽ അത് മുഖ്യമന്ത്രിയിലേക്കും സ്വപ്ന സുരേഷിലേക്കും എത്തും. അവരുടെ മൊഴിയെടുക്കുന്ന, അവരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. ഏതായാലും രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് സ്വപ്ന സുരേഷ് ഇന്നും ഉന്നയിച്ചിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെതിരെയും ശ്രീരാമകൃഷ്ണനെതിരെയും തോമസ് ഐസക്കിനെതിരെയും ലൈംഗിക ആരോപണവും അവർ ഉന്നയിക്കുന്നുണ്ട്. ഗോപി, he was a pure waste. He is not eligible to become a minister or an MLA. അത്രയും തരംതാഴ്ന്ന രീതിയിലുള്ള മെസ്സേജ്, വളരെ വൃത്തികെട്ട രീതിയിൽ മെസ്സേജസ് മാത്രമല്ല, ഒരു ഡെക്കോറം ഇല്ലാതെ, ഒരു കൾച്ചർ ഇല്ലാതെ, ഒരു സിവിലൈസ്ഡ് അല്ലാത്ത രീതിയിൽ യു ക്യാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ he makes dirty sounds also over the phone, just like phone or sex. I have disconnected phone on his face. ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും ഉണ്ട്, റെക്കോർഡിങ്സ് ഉണ്ട്. ലെറ്റ് him come and give you an answer. A hungry dirt. A hungry dirt, frustrated. വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. പെമ്മക്കളുള്ള വീട്ടിലോ സ്ത്രീകളുള്ള വീട്ടിലോ പ്രായം നോക്കാതെ കയറ്റാൻ കൊള്ളാത്ത ഒരു മനുഷ്യനാണ്. എന്ന വാക്കിന് അപ്പുറമാണ്. That is not a word to say. He is frustrated. I'm seeing him for the first time. I don't know whether he's Kadakampally Surendran or he's Devasam board or whatever minister. I don't know all these things. So he puts his hand around my shoulder for clicking photo and I do this. അഭിമുഖത്തിൻ്റെ പൂർണ്ണ രൂപം 2 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്.